ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ ഞാൻ ഇന്നിടാൻ പോകുന്നത് ഈ ടോപ്പാണ്, പിന്നെ ഈ വൈറ്റ് പലോസോ പാൻറ്റും. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. കൊള്ളാല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഫേസിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ മോയ്സ്ചറൈസറിൽ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു നല്ല മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റാണ്, ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി, കൊള്ളാം, നല്ലതാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് നല്ല ഇഷ്ടമാണിത്. അപ്പം ഇതാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ. ഈ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കണ്ടു വാങ്ങി, അത്രയേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല സൺസ്ക്രീനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് ഇതായി പറയാൻ അറിയില്ല. ശുഭം. അപ്പോൾ കറണ്ടും പോയി. അപ്പോൾ ഇങ്ങനെ കറണ്ട് പോയ സമയത്തേക്ക് ഞാൻ ബാക്കി സൺസ്ക്രീനൊക്കെ ഇട്ടു. പിന്നെ ഈ സൺസ്ക്രീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന് വലിയ ഫ്രേഗ്രൻസ് ഒന്നും ഇല്ല. പിന്നെന്താ, ഇത് 60 PA+++ ആണ് സംഭവം. പിന്നെ അത്യാവശ്യം ഇടുമ്പോൾ നമുക്കൊരു വൈറ്റ്നസ് ഫേസിന് ഫീൽ ചെയ്യും. എനിക്ക് അതുകൊണ്ട് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു അത്യാവശ്യം എങ്കിലും വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ല. നെക്സ്റ്റ് പൗഡർ. അപ്പം ഞാൻ പൊതുവേ സൺസ്ക്രീനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിപ്പം ഇപ്പം ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും പൗഡർ ആയിരുന്നു ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നത്. പൗഡർ മാത്രമേ ഞാൻ ഇടത്തുള്ളായിരുന്നു. ഇപ്പോഴാണ് സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ വന്നത്. അതിന് മുമ്പ് ഞാൻ പൗഡർ മാത്രം യൂസ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. എപ്പോഴും പൗഡർ ഇടും ലാസ്റ്റ്. ഇനിയാണ് യഥാർത്ഥ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഐലൈനർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കൺമഷി കൂടി കാജൽ കൂടി യൂസ് ചെയ്യാറുണ്ട്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എഴുതുന്നത്. എനിക്ക് കണ്ണ് എഴുതുമ്പം എപ്പോഴും കണ്ണാടി നോക്കി എഴുതണം. എനിക്ക് ഫോണിൽ നോക്കി അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. അത് ഞാൻ കണ്ണാടി തന്നെ നോക്കി എഴുതുന്നത്. അങ്ങനെ കണ്ണ് എഴുതുന്ന ഇച്ചിരി ടാസ്ക്കാണ്. ഞാൻ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് സ്പീഡ് ചെയ്തുകൊണ്ടാണ് അറിയാത്തത്. ഓക്കെ, ഇനി താഴെ ഞാൻ ഹിമാലയയുടെ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഈ കാജൽ യൂസ് ചെയ്യണം. ഇത് തീരാറായി, ഇനി പുതിയത് വാങ്ങണം. അപ്പം എനിക്ക് താഴെ ഐലൈനർ അങ്ങനെ എഴുതുമ്പോൾ കറക്റ്റ് ആവാറില്ല. അപ്പം ഞാൻ കൂടുതലും കാജലാണ് എഴുതാറ്. എഴുതിയിട്ട് അതിൻ്റെ മുകളിലൂടെ ചിലപ്പോൾ ഒരു ലൈൻ പോലെ ഐലൈനർ വെച്ച് വരയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പടരും അങ്ങനെ ചെയ്താലെന്ന് വെച്ചിട്ട് കൂടുതൽ ഞാൻ അങ്ങനെ എഴുതാറ്. ആദ്യം ഒരു കാജലും അതിൻ്റെ മുകളിൽ കൂടെ ഐലൈനർ വരയ്ക്കും. അങ്ങനെ ഫേസ് മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പം കണ്ണ് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു തോന്നുമല്ലോ, കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാൻ അത്ര ലിപ്സ്റ്റിക് ഭ്രാന്തിയൊന്നുമല്ല. ഞാൻ പൊതുവേ ഇങ്ങനെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറില്ല. പിന്നെ വീഡിയോസ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ മാത്രമേ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെയും ഇപ്പം കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് ഇടാറില്ല. 1-2 ഡ്രോപ്പ് ഇട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നല്ലാതെ ഞാൻ വലിയ രീതിക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തില്ല. ഇത് തന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇത്ര ഡാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കളയും. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് തോന്നും. നമ്മൾ ഇട്ട് കഴിയുമ്പം ഒരു ഫേസിന് ബ്രൈറ്റ് ആയണക്കൊക്കെ തോന്നും. എല്ലാ സ്കിൻ ടോണിനും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ടാട്ടോ വാങ്ങിയത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹെയർ. എനിക്ക് ഒട്ടും ശരിയാവാത്ത സംഭവമാണ് ഇത്. എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യും, ലാസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, മാറ്റും. ഇതാദ്യം ഞാൻ പോണിറ്റെയിൽ കെട്ടാന്ന് വിചാരിച്ച് നോക്കി. അപ്പം ഈ ഡ്രസ്സിൻ്റെ കൂടെയും എൻ്റെ ഫേസിനൊക്കെ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. പൊതുവെ എല്ലാവരും ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടാണ് ഫേസ് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ തിരിച്ച് ഓപ്പോസിറ്റാണ്. ഞാൻ എപ്പോഴും ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുടി കെട്ടാൻ കയറും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കറക്റ്റ് ആവാത്തത്. പൊതുവെ അങ്ങനെയാണ്. നമ്മൾ എത്ര മുടി കിട്ടിയാലും ചില സമയത്ത് അങ്ങോട്ട് ശരിയാകത്തില്ല. ഇത് ഞാൻ കുറേ ടൈപ്പ് ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കി ലാസ്റ്റ് എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ ഞാൻ വന്നു. ഞാൻ കൂടുതലും കെട്ടുന്നതിൽ ഇങ്ങനെ മുടി ഇങ്ങനെ പിന്നി സൈഡിൽ രണ്ടും പിന്നി ഇടുന്നത് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാനും കുറച്ചുകൂടെ സിമ്പിളാണ്. അത്യാവശ്യം വലിയ പണിയൊന്നുമില്ല. സൈഡിൽ പിന്നി കൊടുത്താൽ മതി. ഈ ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ ആ ഒരു ധൃതിയിൽ കെട്ടിക്കൊണ്ടിരിക്കുക. എന്നാലും എനിക്ക് ഒരു ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് ചെയ്തിട്ട് ശരിയാവാത്തതിൻ്റെ ഒരു വിഷമമാണ് മുഖത്ത് കാണുന്നത്. ലാസ്റ്റ് ഇതും ശരിയാകുമെന്ന് വെച്ചിട്ടാണ് കെട്ടുന്നത്. പക്ഷേ ലാസ്റ്റ് ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല, ഇത് തന്നെ മതിയെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഹെയർ സ്റ്റൈൽ പൊതുവെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ക്ലാസ്സിന് പോകുന്ന സമയത്തൊക്കെ കൂടുതലും ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇതായിരുന്നു കെട്ടിക്കൊടുക്കാറ്. അവരെല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ട് വേറെ ആരും ഈ ഹെയർ സ്റ്റൈൽ അങ്ങനെ കെട്ടാറില്ല. അപ്പം ഞാനായിരുന്നു എല്ലാവർക്കും ഇത് കെട്ടിക്കൊടുക്കുന്നത്. ഈ ഹെയർ സ്റ്റൈലിന് അവിടെ ഒരു ഫാൻസ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മാത്രമല്ല ഇത് എല്ലാവർക്കും അത്യാവശ്യം ചേരും ഈ ഹെയർ സ്റ്റൈൽ. മാത്രമല്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. അത്യാവശ്യം ഒരു നല്ല ലുക്കും തോന്നിക്കും. പൊതുവേ എനിക്ക് കണ്ണെഴുതുന്നത് അത്ര ശരിയാവില്ല. അപ്പം കണ്ണെഴുതുന്ന കാര്യം എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയും ഈ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റൽ ലൈഫൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നു. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുങ്ങുന്നതും ഒരു ബഹളം തന്നെയായിരിക്കും ആ റൂമിൽ. ഞങ്ങൾ 5 പേരുണ്ട്. പിന്നെ മുകളിലുള്ള ഫ്രണ്ട്സും കൂടെ ഇറങ്ങി വരും. അപ്പോൾ എല്ലാവരും കൂടെ കണ്ണെഴുതാൻ കുറച്ച് പേര് അങ്ങോട്ട് പോകും, കുറച്ച് പേര് മുടി കെട്ടാൻ പോകും. ബഹളമായിരുന്നു. ലിപ്സ്റ്റിക്കൊക്കെ എല്ലാവരുടെ കയ്യിൽ കുറേ കാണും. അപ്പം ഓരോരുത്തരിങ്ങനെ ഓരോ ഷെയ്ഡിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നതും എന്തൊക്കെ ഓർമ്മകളായിരുന്നു. മിസ് ചെയ്യുന്നു എല്ലാവരെയും. എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ? നല്ല ഭംഗിയല്ലേ കാണാൻ? പിന്നെ 2 സൈഡിൽ നിന്നും കുറച്ച് മുടിയിട്ട് ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് മാച്ചിങ് ആയിട്ടൊരു ഇയറിങ്ങും ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഈ ഇയറിങ്ങാണ്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയല്ലേ? ഈ ഇയറിങ് ഇട്ട് കഴിഞ്ഞാൽ ലുക്ക് ഫുൾ കംപ്ലീറ്റ് ആയി. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് കാണാം.